ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്നിട്ടുള്ള ഖാദി ബോർഡിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫിൽ ഇൻ ദി ബ്ലാങ്ക് സ്യൂട്ടബിളി യൂസിംഗ് ദി അപ്രോപ്രിയേറ്റ് ക്ലോസ്. ഷീ ഡാഷ് ദി എക്സാമിനേഷൻ ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് വെൽ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഇഫ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് വെൽ, ഹാഡ് പ്ലസ് V3. ഓക്കെ, ഹാഡ് പ്ലസ് V3 ഉണ്ടെങ്കിൽ സൈഡിൽ എന്തുണ്ടാവും? ഹാവ് പ്ലസ് V3 എന്തായാലും ഉണ്ടാവും. അതിന്റെ ഫ്രണ്ടിൽ ഒരു വുഡും ഉണ്ടാവും അല്ലെ. അപ്പോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി, ഷീ വുഡ് ഹാവ് പാസ്ഡ് ദി എക്സാമിനേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഹി ഹാസ് ഹാർഡ്ലി എനി മണി. അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെയുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നോക്കുക. ഓക്കെ, ഹി ഹാസ് ഹാർഡ്ലി, ഹാർഡ്ലി എന്ന് പറഞ്ഞാല് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കാണ് അല്ലെ. ഹാർഡ്ലി, സ്കേർസ്ലി, ബെയർലി. ഓക്കെ, അപ്പൊ ഇതേപോലെ നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ വരുമ്പോ അതിനുശേഷം എന്താ വരണ്ടേ? ഇവിടെ ക്വസ്റ്റ്യൻ ടാഗില് നമുക്ക് പോസിറ്റീവ് ആയിട്ട് വരണം അല്ലെ, പോസിറ്റീവ് ആയിട്ട്. അപ്പൊ ഹാസ് ആൻഡ് ഹി എന്നുള്ള ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ഹാസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹാസ്, ഹി ഹാസ് ഹാർഡ്ലി എനി മണി. അപ്പൊ അവന്റെ പൈസ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അത് നമുക്ക് പൊസഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. പൊസഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ഹാസ് ഹി ആണ്. ഓക്കെ, ഹാസ് ഹിയും ഡസ് ഹിയും ശരിയാണ്. പക്ഷെ ഇത്രയും നാളത്തെ PSC കൊടുത്തിട്ടുള്ള ഒരു ആൻസർ കീ വെച്ചിട്ട് ഹാസ് ഹി ആണ് ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. സോ ഇറ്റ്സ് ഓപ്ഷൻ എ ആണ്, ഹാസ് ഹി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: റിപ്പോർട്ട് ദി സെന്റൻസ് പ്രോപ്പർലി. നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹാവ് യു മെറ്റ് ദ പ്രിൻസിപ്പൽ, ദ ടീച്ചർ സെഡ് ടു ഹിം. എന്തായിരിക്കും ആൻസർ വരിക? റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. അപ്പൊ ഇവിടെ സെഡ് ആണ്, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും ഈ ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റണം അല്ലെ. ഹാവ് മെറ്റ് എന്നുള്ളത് എന്തായിട്ട് വരണം? ഹാഡ് മെറ്റ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹാവ് മെറ്റ്, ഇവിടെ മീറ്റ്, ഇവിടെ ഹാവ് മെറ്റ്, ഇവിടെ ഹാഡ് മെറ്റ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടിയല്ലേ. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് മെറ്റ് ദി പ്രിൻസിപ്പൽ. അടുത്ത ചോദ്യം: പിക്ക് ഔട്ട് ദി കറക്റ്റ് ആർട്ടിക്കിൾ ആൻഡ് ഫിൽ ദി സെന്റൻസ് ആപ്റ്റ്ലി. ആഫ്റ്റർ ഡാഷ് ഇയർ ഓർ ടു ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി റീകൺസിഡേർഡ്. ഇയർ ആണ് അല്ലെ, യാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആഫ്റ്റർ എ ഇയർ ഓർ ടു ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ തന്നെ ഓർത്ത് വെക്കാം, ഇയർ ആണെങ്കിൽ ഇ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ്. അപ്പൊ ആൻ ഇയർ എന്നുള്ള രീതിയിൽ വേണം വരാൻ കേട്ടോ. ഇത് ഇയർ ആണ്, സോ ദാറ്റ് ഇസ് എ. അടുത്ത ക്വസ്റ്റ്യൻ ടെൻസിൽ നിന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. കംപ്ലീറ്റ് ദി സെന്റൻസ് യൂസിങ് കറക്റ്റ് ടെൻസ്. ദ ബെൽ ഡാഷ് ബിഫോർ ഐ റീച്ച് ദി സ്കൂൾ. ഞാൻ സ്കൂളിൽ എത്തുന്നേക്കാളും മുമ്പ് ബെൽ അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആൻസർ എന്താ വരണ്ടേ? ഫസ്റ്റ് നടക്കുന്ന ആക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് നടക്കുന്ന ആ ഒരു ഭാഗം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് എന്താ? ഹാഡ് പ്ലസ് V3. ഓക്കെ, ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൻസർ ഇട്ട് ഹാഡ് റങ് ആണ്. അടുത്ത ചോദ്യം: എ പേഴ്സൺ ഹു സ്റ്റഡീസ് അബൌട്ട് ദി സൺ, മൂൺ, സ്റ്റാർസ് ആൻഡ് യൂണിവേഴ്സ്. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ എന്താണ് പറയാ? ഓക്കെ, ആൻസർ ഇറ്റ് ഇസ് ആസ്ട്രോണമർ. എന്താണ്? ആസ്ട്രോണമർ ആണ് കേട്ടോ. ഇനി ആസ്ട്രോളജർ എന്ന് പറഞ്ഞാൽ എന്താ? ജ്യോതിഷക്കാരനാണ്, ജ്യോതിഷം. ഓക്കെ, ആസ്ട്രോളജർ ജ്യോതിഷക്കാരനാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. അതേപോലെ തന്നെ കോബ്ലർ എന്ന് പറഞ്ഞാല് ഈ ഷൂസ് ഒക്കെ ശരിയാക്കുന്ന ആളെയാണ് നമ്മൾ കോബ്ലർ എന്ന് പറയാ കേട്ടോ, കോബ്ലർ. ഇനി അടുത്ത ചോദ്യം: ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ഓപ്പോസിറ്റ് ഓഫ് ദി അണ്ടർലൈൻ വേർഡ്. ഓക്കെ, ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ചിയർഫുളിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സ്വാലി ലുക്ക് ചിയർഫുൾ വേർ ആസ് സുമിൻ ലുക്ക് ഡാഷ്. അപ്പൊ ചിയർഫുൾ എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ടുള്ളത് അല്ലെ. അതിന്റെ ആന്റണിയം എന്താ? ഗ്ലൂമി ആയിട്ടിരിക്കുക, വിഷമിച്ചിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം: വിച്ച് ഇസ് ദി ആപ്റ്റ് സിനോണിം ഫോർ ദി വേർഡ് അണ്ടർലൈൻഡ്? ദ വുമൻ ലുക്ക് വെരി വീക്ക്. ദ വുമൺ ലുക്ക് വെരി വീക്ക്. വീക്കിന്റെ സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. വീക്ക് പോലെയുള്ള ഒരു മീനിങ് വരുന്ന വാക്ക് ദാറ്റ് ഇസ് ഫീബിൾ ആയിട്ടുള്ള അല്ലെ. ഫീബിൾ, വീക്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊക്കെ ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. യൂസ് ദി കറക്ട്ലി സ്പെൽഡ് വേർഡ് ടു കംപ്ലീറ്റ് ദി സെന്റൻസ്. ഇഫ് യു ഡാഷ് മണി യു വിൽ ക്വിറ്റ് ദ ബിസിനസ്. അപ്പൊ ഇഫ് കണ്ടീഷനിലെ അടുത്തൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഇഫ് യു ഡാഷ് മണി യു വിൽ ക്വിറ്റ് ദി ബിസിനസ്. ഇവിടെ വില്ല് പ്ലസ് V1 ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ എങ്ങനെയായിരിക്കും? V1 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും അല്ലെ. വെർബ് വേണം നമുക്ക് ആൻസർ ആയിട്ട് വരാൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ലൂസ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, V1 വരണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ V1 എന്ന് പറയുമ്പോ പ്രസന്റ് ആണ്. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്. അപ്പൊ അത് പറ്റില്ല. ഇവിടെ ലോസും ഉണ്ട്, ലോസും ഉണ്ട്. അപ്പൊ LOSS എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടം തന്നെയാണ്. പക്ഷെ ഈ ലോസ് എന്ന് പറയുന്നത് നൗൺ ആണ്.
ഈ LOSE എന്ന് പറയുന്നത് എന്താ? അത് വെർബാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് V1 അല്ലേ, വെർബ് അല്ലേ വരണ്ടേ, നൗൺ അല്ലല്ലോ, അല്ലേ? സോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി, ലോസ് ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇനി 90th വൺ, പിക്ക് ഔട്ട് ദി കറക്റ്റ് സെന്റൻസ് വിത്ത് ദി റൈറ്റ് ഫ്രേസൽ verb ഫോർ ദി അണ്ടർലൈൻ വേർഡ്. ഓക്കെ. ദ ഡോക്ടർ അഡ്വൈസ് മീ ടു അബൻഡൻ സ്മോക്കിംഗ്. അബൻഡൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗിവ് അപ്പ് ആണ് അല്ലെ? ഓക്കെ. ഉപേക്ഷിക്കുക, ഗിവ് അപ്പ് ആണ് അബൻഡൻ. ഗിവ് എവേ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ട്രിബ്യൂട്ട്. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസൽ ചെയ്യുക. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റിങ്ക്യൂഷ് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. വളരെ എളുപ്പമുള്ള ചോദ്യ പേപ്പർ. ഓക്കെ. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതലും എനിക്ക് തോന്നുന്നു PYQ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എഴുതിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക, എക്സാം എല്ലാവർക്കും എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.